പെരിന്തൽമണ്ണക്കാരുണ്ടോ ഇല്ല? പെരിന്തൽമണ്ണ ഭാഗത്താരുണ്ട്. ഇത് ഇവരെ അറിയോ നോക്കിയതാ, ഒന്ന് കണ്ടു നോക്കി. ഇവരെ അറിയോ നോക്കി. 5 വർഷം പൂർത്തിയാക്കിയ MLA ആണ് നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ. ആ നജീബ് കാന്തപുരത്തിന്റെ ക്യാപ്ഷൻ കണ്ടോ, പെരിന്തൽമണ്ണയുടെ പെരുമ തുടരാൻ പറയാൻ മാത്രമുള്ള എന്ത് പെരുമയാണ് നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ കൊടുത്തിട്ടുള്ളത്? ഒരു പെരുമ പറയാൻ പറ്റുമോ? ഒറ്റൊന്ന്. മുടി കളച്ചില്, പള്ള കാണാൻ പോക്ക്, മഞ്ഞ കല്യാണം നടക്കാണ്. ഇവര് കണ്ട ഇതൊക്കെയാണ് നജീബ് കാന്തപുരം 5 വർഷമായിട്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ്. പക്ഷെ ഇനി ഇതിലൊക്കെ നേരിട്ട് ഇടപെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. വിലക്ക് മൂത്ത ആൾക്കാര് ഒരു എന്താ പറയണമെന്ന് കേട്ടു. നിയമസഭയിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ പഠനം നടത്തി അതിലൊരു രാഷ്ട്രീയമൊന്നും കലർത്താതെ നന്നായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ നജീബിനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നജീബിന്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ തുടങ്ങില്ല എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞില്ലേ. ഇത് കൂടി നജീബിന്റെ ക്ഷണം ഉപേക്ഷിക്കാനാവില്ലെന്ന് മാത്രമല്ല, കേരളത്തിന്റെ തന്നെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരു MLAയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഏറ്റവും ജനകീയവും വിപുലവുമായ ഒരു വിദ്യാഭ്യാസ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ എത്തിച്ചേരാൻ നിശ്ചയിച്ചത്. ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ 100 കുട്ടികളെ നജീബ് കാന്തപുരം നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ പെരിന്തൽമണ്ണക്കാരോടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ആ ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കൾക്കൊന്ന് എത്തിച്ചു കൊടുക്കുകയും വേണോ. അതിനുശേഷം പ്രസംഗിച്ച 2 ആളുകളില്ലേ, അത് ആരാന്നുള്ളത് അവർക്കൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയും വേണം കേട്ടോ. ഒരു പക്ഷേ അവർക്ക് അത് അറിയലുണ്ടാവില്ല ആരാന്നുള്ളത്. അവർക്ക് ഈ വാട്സപ്പിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ എടുത്തിങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്നുള്ള അത് ചെറുപ്പക്കാരായിട്ടാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതലുള്ളൊരു ഇതില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ഒന്ന് കാണിച്ചു കൊടുക്കിട്ടോ. ഓക്കെ.